ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് BSNL ഒരു ഗെയിമിംഗ് API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNLൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റേത് ഇവിടെ സിം 1-ലാണ്, നിങ്ങളുടെ അപ്പോൾ 2-ലായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റേത് 1 ആയതുകൊണ്ട് ഞാൻ 1 സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഈ ആക്സസ് പോയിന്റ് നെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNLൻ്റെ ഒരു ഡിഫാൾട്ടായിട്ട് വരുന്നൊരു API ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമൽ API ചെയ്യുന്ന പോലെയല്ല, ഇതിൽ ഗെയിം APIയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട നെയിമാണ്. അപ്പോൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL ഗെയിമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡോട്ട് കൊടുത്ത ശേഷം ബീറ്റ എന്ന് കൊടുക്കുക. എന്നിട്ട് അറ്റ് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ 23 എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ API എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക, ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 4G എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 4Gൻ്റെ G നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.1.1.1 ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ക്ലൗഡ്ഫ്ലയറിൻ്റെ ഒരു പോർട്ടാണ്. അപ്പോൾ ഇത് അത്യാവശ്യം സേഫുമാണ്, അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡുള്ള ഒരു ക്ലൗഡ്ഫ്ലയറും കൂടിയാണ്. അപ്പോൾ ഞാൻ അതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL 24 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം BSNL 4G എന്ന് ടൈപ്പ് ചെയ്യുക. സ്പേസ് ഇല്ലാതെ വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 4Gൻ്റെ G നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ APM പ്രോട്ടോക്കോളും അതുപോലെ തന്നെ API റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ APM പ്രോട്ടോക്കോൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക, അതായത് മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ ചിലൊരു ഫോണിൽ ഡിഫാൾട്ടായിട്ട് IP4ലോ അല്ലെങ്കിൽ IP6ലേക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഈ API റോമിംഗ് പ്രോട്ടോക്കോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കി എല്ലാ ഓപ്ഷൻസും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ഫോണിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട, നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് അതൊക്കെ ടിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ MVNO ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IMSI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ MVNO വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫാൾട്ടായിട്ട് ഒരു നമ്പേഴ്സ് ഉണ്ടാവും, നമ്പറും അതുപോലെ തന്നെ ഒരു ലെറ്റർ ഉണ്ടാവും. അപ്പോൾ ഓരോ ഫോണിൽ വേറെ വേറെ നമ്പേഴ്സും അതുപോലെ തന്നെ ലെറ്ററും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ നമ്പർ ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള BSNL ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ BSNL സിം ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഗെയിം കളിക്കാറുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.